മോനെ, നീ ഇവിടെ വന്നിരിക്കെ. എന്താ ദർശ, ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ. ദർശൻ എന്താ പെൺകുട്ടിയാണോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ? അതിനിപ്പോ നിശ്ചയമൊന്നുമല്ലല്ലോ നടക്കുന്നത്. അവൻ ഇനി എപ്പോ എങ്ങനെ ഇരുന്നാലും അവൻ ഹീറോ തന്നെയല്ലേ. നിങ്ങളുടെ ഈ മകനുണ്ടല്ലോ, ചന്തത്തിലും ഗുണത്തിലും ശ്രീരാമചന്ദ്രനാ. ശരി, നിങ്ങൾക്ക് സീതാദേവിയെ എവിടുന്നാ കിട്ടിയത്? ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ് സ്വാമി. സ്വഭാവത്തിൽ സീതാദേവി, രൂപത്തിൽ ലക്ഷ്മി ദേവി. വാ, അകത്തേക്ക് വാ. ഒരു മിനിറ്റേ, ഞാൻ പോയിട്ട് ജാതകം എടുത്തിട്ട് വരാം. നമസ്കാരം. നമസ്കാരം. വരൂ, വന്നിരിക്കൂ. ഇരുന്നോളൂ. കല്യാണക്കാര്യം സംസാരിക്കാൻ വരാൻ പറഞ്ഞിരുന്നു. അതെ ആന്റി, അതിനു വേണ്ടിയാ തിരുമേനിയോട് വരെ രാവിലെ വരാൻ അമ്മ പറഞ്ഞത്. ഇവരുടെ മകളാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ പോകുന്നത്. നമസ്കാരം സ്വാമി. നമസ്കാരം. അടുത്തു തന്നെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടെന്ന് സ്വാമി പറയുമായിരുന്നു. കുട്ടികളുടെ കല്യാണ നിശ്ചയത്തിന്റെ മുഹൂർത്തം കുറിക്കാനാ സ്വാമി വന്നിരിക്കുന്നത്. മേഡം, ചെക്കന്റെയും പെണ്ണിന്റെയും ജാതകം തന്ന നല്ലൊരു മുഹൂർത്തം നോക്കി ഞാൻ പറയാം. ഇതാ മോളുടെ ജാതകം എടുത്തേ. നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുള്ള വീട്ടിലേക്ക് മരുമകളായി വരുന്നത് എന്റെ മോള് ശരണ്യ ചെയ്ത പുണ്യം തന്നെയാണ്. ഞങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കണമെന്ന് നിങ്ങളെടുത്ത തീരുമാനം ശരിക്കും ഞങ്ങൾക്കൊരു വരം കിട്ടിയതിന് തുല്യ. ശരിക്കും പറഞ്ഞ ഈ തീരുമാനം എന്റേതല്ല ചേട്ടാ. സാക്ഷാൽ ശ്രീശൈലം മഹാദേവന്റെ തീരുമാനമാണിത്. ആ ഭഗവാനാണ് ഇവരെ കൂട്ടിച്ചേർത്തത്. അന്ന് അവിടെ വെച്ച് സ്വാമിയുടെ സന്നിധിയിൽ ഞാൻ നിന്നപ്പോ ശരണ്യ അവളുടെ ചേച്ചിക്ക് വേണ്ടി സംസാരിച്ചത് ഞാൻ ഫോണിൽ കേട്ടിരുന്നു. നിങ്ങൾ സത്യത്തിൽ എന്നെ അഭിനന്ദിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റൂൾസ് പ്രകാരം എന്റെ ചേച്ചിയെ തന്നെ വിന്നറായി അനൗൺസ് ചെയ്യൂ. അതാണ് എനിക്ക് കിട്ടുന്ന വലിയ സമ്മാനം. അതിനുശേഷമാണ് ആ സ്വാമിക്ക് വേണ്ടി അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് പോലും. അതിനൊരു തടസ്സവും വരാതിരിക്കാൻ വേണ്ടി അന്ന് വന്ന് എനിക്ക് സഹായം ചെയ്തത് ചേട്ടന്റെ മോളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവളുടെ മനസ്സ് ഞാൻ അന്നേ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ശരണ്യെ കണ്ടതിനു ശേഷം അവളെപ്പറ്റി ഞാൻ വിചാരിച്ചതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായും ഇവരെ രണ്ടുപേരെയും ഇന്നിപ്പോ ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ഈശ്വരന്റെ തീരുമാനമാണ്. മേഡം ഇപ്പൊ പറഞ്ഞത് 100-ൽ 100 ശരിയാ. രണ്ടുപേരുടെയും ജാതകവും അത് തന്നെയാ പറയണേ. ഒരു ജാതകത്തിന്റെ കൂടെ മറ്റൊരു ജാതകം അതിശയകരമാ വണ്ണം ചേരുന്നുണ്ട്.
പാർവതി പരമേശ്വരൻ പോലെ ലക്ഷ്മി നാരായണൻ പോലെ നല്ലൊരു ജോഡിയായിട്ടാ കാണണേ. എന്താ സ്വാമി പറയുന്നേ? പാർവതിയും പരമേശ്വരനും പോലെയാണെന്നോ? നടുവിൽ ഇനി ഗംഗാദേവി ഒന്നും വരില്ലല്ലോ അല്ലേ? ഇവരുടെ രണ്ടുപേരുടെയും പേര് വെച്ച് നോക്കുമ്പോ, ജാതകവും നോക്കുമ്പോ, നാളെയല്ല നാളത്തെ കഴിഞ്ഞൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തില് നിശ്ചയം നടത്തിയാൽ വളരെ നന്നായിരിക്കും. അതെന്തായാലും നന്നായി. നിങ്ങൾക്ക് ആ മുഹൂർത്തത്തിൽ എതിരൊന്നുമില്ലല്ലോ? ഞങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. എല്ലാം നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ആ മുഹൂർത്തം തന്നെ കുറിച്ചോളൂ സ്വാമി. അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ഞാനങ്ങട് കല്യാണ നിശ്ചയത്തിന് ഇനി അധികം സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ക്ഷണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷണിച്ചോളൂ ചേട്ടാ. ആ ശരി ആനന്ദ. എങ്കിൽ ശരി ആനന്ദ, ഞങ്ങളും ഒന്ന് ഇറങ്ങിക്കോട്ടെ. എന്നാ പോയിട്ട് വരാം ആനന്ദ. ശരി ചേട്ടാ. അപ്പൊ ശരി, ഇറങ്ങട്ടെ. ശരി എന്നാ. എന്താടി, ഏതെങ്കിലും മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പേര് കൊടുത്തിട്ട് വന്നിരിക്കുകയാണോ? ഇല്ലല്ലോ. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. കൊറേ നേരമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വാക്കിംഗ് പ്രാക്ടീസ് ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതല്ല ചേച്ചി, അമ്മയും അച്ഛനും പോയിട്ടില്ലേ? അവരെന്തിനാണാവോ വിളിച്ചത്? എന്താവോ പറഞ്ഞത്? എന്തായിരിക്കും ആകെ ഒരു ടെൻഷൻ. എന്ന് വെച്ചാ എപ്പോഴാ നീ ആ വീട്ടിലെ മരുമകളാവാൻ പോകുന്നേന്ന് കാത്തിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. നല്ലത് തന്നെയാ. നിനക്ക് കല്യാണം ആയി കഴിഞ്ഞാ നെക്സ്റ്റ് എനിക്കും കൂടെ ഒരു സെറ്റിൽമെന്റ് കിട്ടുമായിരിക്കല്ലോ. ഈ ചെറിയ റൂമിൽ നിന്ന്, നമ്മുടെ ഈ ലോ ക്ലാസ് കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോവാലോ. അമ്മേ, അച്ഛാ. എന്താ മോളെ പറ്റിയേ? അത് തന്നെയാ, നിങ്ങള് പോയിട്ട് വന്നതല്ലേ. എന്തായി, എന്ത് പറ്റിയെന്നുള്ള ടെൻഷനിലാ അവള്. കല്യാണ നിശ്ചയം നടത്തുന്നതിന് മുഹൂർത്തം കുറിച്ചു മോളെ. അടുത്ത് തന്നെ നിശ്ചയം നടത്തും. എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് തന്നെ നീ കല്യാണ പെണ്ണാവാൻ പോവാ. അടുത്ത ദിവസം തന്നെ പി 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 ഡും ഡും ഡും. ഏയ് ശരണ്യ, നിക്കവിടെ. എന്താടി, നിശ്ചയം എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത്ര പെട്ടെന്ന് നിനക്ക് നാണം വന്നോ? നീയൊരു യൂട്യൂബർ അല്ലേ, വളവളാന്ന് വർത്താനം പറയാൻ മാത്രമേ അറിയുള്ളൂ എന്നാ വിചാരിച്ചെ. നിനക്കിപ്പൊ നാണിക്കാനൊക്കെ അറിയാലേ.
നിനക്കെന്താ ഇപ്പോ ഹാപ്പി ആയില്ലേ? കേക്കുന്നില്ലല്ലോ. പോ ചേച്ചി. ഞാനിങ്ങനെ സന്തോഷായിട്ടിരിക്കാൻ കാരണം നീ ചെയ്ത ത്യാഗം കൊണ്ടല്ലേ ചേച്ചി. എപ്പോഴും എനിക്ക് വേണ്ടി നീ തന്നെയല്ലേ സാക്രിഫൈസ് ചെയ്യാറ്. അതുകൊണ്ടാ നിനക്ക് വേണ്ടി ചെറിയ സാക്രിഫൈസ് ഞാൻ ചെയ്തത്. ഇത് ചെറുതല്ല ചേച്ചി, ഇതെന്റെ ജീവിതമാ. ഈ ജീവിതം നീ തന്നതാ. നിന്നെപ്പോലൊരു ചേച്ചിയെ കിട്ടാൻ ശരിക്കും ഭാഗ്യം ചെയ്യണം. അപ്പൊ എനിക്കുള്ളത് എങ്ങനെയാവോ എന്തോ. നിനക്കെന്തായാലും ഇപ്പൊ കല്യാണം ഫിക്സായി. എനിക്ക് എങ്ങനെയുള്ള ആലോചന വരുമോ എന്തോ, എങ്ങനെയുള്ള ആളാണോ ആവോ. നിന്റെ നല്ല മനസ്സിന് നിനക്ക് നല്ലത് മാത്രമേ വരൂ ചേച്ചി. എന്നേക്കാൾ വലിയ വീട്ടിൽ നിന്ന് ആലോചന വരും. നീ കണ്ട സ്വപ്നങ്ങളൊക്കെ നിറവേറ്റുന്ന ആളാവും നിന്റെ ഭർത്താവായി വരാൻ പോകുന്നത്. അതുപോലുള്ള ആളെന്നെ എനിക്ക് വേണ്ടത്. അങ്ങനെ കിട്ടിയില്ലെങ്കി ഞാൻ പിന്നെ കല്യാണം കഴിക്കോ? ശരി, ഇന്ന് നിനക്ക് ഒരു സൂപ്പർ ഗിഫ്റ്റ് ഞാൻ തരും. ഹാ, ഗിഫ്റ്റോ? എന്താ ചേച്ചി അത്? ദർശന്റെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ട് നിനക്കൊരു പ്രസന്റ് തരാം. കല്യാണം ആവുന്നത് വരെയും ആ സ്റ്റാച്യു നിന്റെ റൂമിൽ വെച്ചിട്ട് അതിന്റെ അടുത്ത് കൊഞ്ചി കുഴഞ്ഞോണ്ടിരിക്കാം. ചീ, പോ ചേച്ചി. ഞാൻ എന്തായാലും പോവാ. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ എന്തിനാ ഒരു കട്ടറുമ്പായിട്ട്? എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ ചേട്ടാ, എന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടാണോ? ഞാൻ എന്റെ വൺ സൈഡ് ലവ് എന്നാ വിചാരിച്ചേ. നിങ്ങളുടെ അമ്മ പറഞ്ഞതുകൊണ്ടാ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്നാ വിചാരിച്ചോണ്ടിരുന്നെ. പക്ഷേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടാണെന്ന്, നിങ്ങളും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. എപ്പോഴാ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നേ? എപ്പോഴാ എന്നെ എന്റെ ഈ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? പറയുന്നേ. ഗീതേ, ആ ഫോൺ എടുത്തിട്ടോ, ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ കൊണ്ടുവരാം. ആരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരെ വിളിക്കാനാ? കാഞ്ചനെ ഒന്ന് വിളിക്കാനാ. കാഞ്ചനയെ വിളിക്കാനോ? എന്താടിയാ കൊട അങ്ങനെ കാറ്റത്ത് തെറിച്ചു പോകുന്നേ? അത് പിന്നെ പറന്നു പോവാതെ അങ്ങോട്ട് നോക്ക. ആരാന്ന്? കഞ്ചു. എടുത്തു മാറ്റ്, എല്ലാരും എടുത്തു മാറ്റിക്കേ. ആ, ടാങ്കർ വരുമ്പോഴേക്കും ഓടി വന്നോളും പതിവ്രതകള്. എടി കാഞ്ചു. ഏയ്, കഞ്ചു കിഞ്ചു എന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ, ഉടുത്ത സാരി തന്നെ ഞാൻ കെട്ടിത്തൂക്കും, പറഞ്ഞേക്കാം. എന്തിനാ ഞങ്ങളുടെ കൂടൊക്കെ വലിച്ചെറിയുന്നേ? പിന്നെ കോടത്തെ അല്ലാതെ നിന്നെ ചവിട്ടി മാറ്റണോ ഞാൻ? അവരുടെ അഹങ്കാരം കണ്ടില്ലേ? അതെ, ഞങ്ങൾ ആദ്യം വന്നത്. ആരെപ്പ വന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഈ സ്ഥലം എന്റെയാ, ആ കാണുന്ന വീടും എന്റെയാ. അതുകൊണ്ടേ ആദ്യം നിറയ്ക്കേണ്ട കൊടോ ഈ എന്റെയാ. എല്ലാരും വായ മൂടിക്കൊണ്ട് അവിടെ നിന്നോണം. എന്ത് ചെയ്താലും നിന്നോട് ആരും ചോദിക്കാൻ വരില്ലെന്നുള്ള അഹങ്കാരമില്ല നിനക്ക്. ആര് ചോദിക്കൂടെ എന്നോട്? ഈ ഏരിയയില് എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കാൻ ഏതെങ്കിലും ആണുങ്ങളുണ്ടോടി? നിന്റെ കെട്ടിയോ വന്നിട്ട് എന്നോട് ചോദിക്കുവോ? ഡീ, നീ എന്നോട് ചോദിക്കുവോ? അത് നീ ചോദിക്കുവോ? ആരെങ്കിലും പറയടി. എന്റെ മോളെ അറിയാലോ, ഇത് കാഞ്ചനയാടി. ആരായിരുന്നാലും ശരി, എന്നോട് കളിക്കാൻ നിന്നാ ചാവട്ടിക്കൂട്ടി വലിച്ചെറിയും ഞാൻ. മനസ്സിലായോ? എടി, അവളെ പറ്റി നിനക്ക് അറിയുന്നതല്ലേ, എന്തിനാ അതിനോടൊക്കെ സംസാരിക്കാൻ നിക്കുന്നേ? ആ, അവള് വായ തുറന്നാ ഇവിടെ മുത്തല്ലേ പൊഴിഞ്ഞോണ്ടിരിക്കുന്നേ. ഇനി ഇവിടെ ആരെങ്കിലും വായ തുറന്നാ ആ നാവ് ഞാനിങ്ങ് പിഴുതെടുക്കും. എന്നോടാ എടുത്തോണ്ട് പോടി.
ഹലോ. കാഞ്ചന, ഇത് ഞാനാ. ഞാനെന്ന് പറഞ്ഞ നിന്റെ അപ്പനും അമ്മയും നിനക്ക് പേരൊന്നും ഇട്ടിട്ടില്ലേ? കാഞ്ചു, ഇത് വിശ്വനാഥനാണ്, നിനക്ക് മനസ്സിലായില്ലേ? ആ, നീയാണോ? എന്താ നീ ഇപ്പൊ എന്നെ ഫോൺ വിളിക്കാൻ കാര്യം? നീ സുഖമായിട്ടിരിക്കുന്നോ? എന്താ വല്ല അസുഖവും വന്ന് ഞാൻ ചത്തു പണ്ടാരടങ്ങിയെന്ന് നിന്നോട് ആരെങ്കിലും വന്ന് പറഞ്ഞു തന്നായിരുന്നോ? അതൊന്നുമല്ല. ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ ഫോൺ ചെയ്തത്. ആ, എന്താ കാര്യം? മോളുടെ കല്യാണ നിശ്ചയൊക്കെ ആയി. ആ, എപ്പോ? ഇതിപ്പോ നീ കാര്യമായിട്ടാണോ പറയുന്നേ? അതേടി, നാളെ ഉള്ള നിശ്ചയ. നല്ല കൂട്ടരെയാണോ കിട്ടിയിരിക്കുന്നേ? ഒരു വലിയ കുടുംബത്തിൽ നിന്നുള്ള ബന്ധമാണ് കാഞ്ചു. ആഹാ. നീ ഉറപ്പായിട്ടും നിശ്ചയത്തിന് വന്നേ പറ്റൂ. അപ്പൊ ഞാനെന്താ കല്യാണത്തിന് വരണ്ടെന്നാണോ നീ പറയുന്നേ? കല്യാണ നിശ്ചയത്തിന് വന്നിട്ട് എന്റെ മുമ്പിൽ തന്നെ അവളുടെ കല്യാണവും കണ്ടിട്ട് അവളുടെ ഭർത്താവിന്റെ വീട്ടിലുമാക്കി അവൾക്ക് കൂട്ടായിട്ട് 5-10 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ കൂടെ നിന്നിട്ട് ഞാൻ ഇന്ന് നാട്ടിലേക്ക് തിരിക്കൂ. ആ, ഉറപ്പായിട്ടും വന്നേക്കാം. ആ, ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അമ്മ. അച്ഛാ, ഫോണില് കേട്ട ശബ്ദം കാഞ്ചനയുടെ. അവരെന്തിനാ അച്ഛാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? എന്താ മോളെ ഇത്? ശരണ്യയുടെ നിശ്ചയല്ലേ നടക്കുന്നത്, അതിനു വേണ്ടിട്ട് വിളിച്ചതാ. അപ്പൊ എന്ത് പറഞ്ഞു? നാളെ നേരത്തെ വരാന്ന് പറഞ്ഞു. എല്ലാം തീർന്നു. സമീറയാണല്ലോ. ഇതിങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്തായി, നമ്മുടെ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. ഇല്ലാന്ന് പറഞ്ഞാൽ വഴക്കിനും വരും അവള്. നടന്നത് എന്താന്ന് പറഞ്ഞാൽ അവള് ഭദ്രകാളിയെ പോലെ ആവും ചെയ്യും. ഫോൺ എടുക്കണ്ട. ഞാൻ ശ്രദ്ധിക്കണം. ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ് US നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന പെണ്ണ. ഇപ്പം ഞാൻ എടുത്തില്ലെങ്കിൽ അവൾ വീട്ടിലേക്ക് എങ്ങാനും വന്നാലോ? എന്തായാലും ഇന്ന് തന്നെ ശരണ്യെ കണ്ട് ഞങ്ങളുടെ കാര്യം അവളോട് സംസാരിക്കണം. അവളെ കണ്ട് സംസാരിച്ചതിന് ശേഷം സമീറയെ വിളിക്കാമെന്ന് ഞാൻ മെസ്സേജ് അയക്കാം. അതായിരിക്കും നല്ലത്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം ശരണ്യോട് പറയാനായിട്ട് പോവുകയാണ്. വന്നതിന് ശേഷം ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. കാണാലോ. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ